കഴപ്പില്ല മനസ്സിലായി. ഹനുമാൻ കയറാ രാത്രി മാത്രമേ ആന വരുത്തുള്ളൂ. അതാ ബൈക്ക് ഇങ്ങനെ തന്നെ നോക്കും. അവിടെ നിന്ന് ഇങ്ങനെ തലയിട്ട് ഇതിലിരിക്കുന്നതാണ് സൗണ്ട്. ആ ചേട്ട അമ്മല്ലേ കയറ്റി വിടത്തില്ല. പോവാ. കഴപ്പില്ല മനസ്സിലായി. 2 ടയർ ഓടുന്ന ടയർ ഉണ്ടായിരുന്നു. അത് കെട്ടിയിട്ട് 40 യൂട്യൂബറിന്റെ വണ്ടിയായി പേഴ്സും കാര്യമായി. എന്തുവായാലും പൈസ ദുരുപയോഗം ചെയ്തതിനോട് എനിക്ക് അവന് പറഞ്ഞ ഇതിനകത്ത് ഇൻകമില്ല. ഇതൊക്കെ എന്താ ചെയ്യും മറ അതിപ്പോ ഇത് ഒത്തിരി ചെറിയൊരു ഓയൊക്കെ എടുത്തു. അനാശാസ്ത്രത്തിന്റെ കൂടെ വണ്ടി നാളെ തന്നുവിടുക. ചെറിയൊരു ഞെക്കുണ്ട്. സ്വന്തമായിട്ട് അരി പിടിച്ചൊക്കെ അവൻ വേറെ ലെവലായി. എന്റെ ഫോണിന്റെ ബാറ്ററി സീനായി. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ പൊന്തി വരുന്നത് കണ്ടോ? ബാറ്ററി ബൾജായതാ. ബാറ്ററി മാറ്റം 2 കൊല്ലത്തേക്ക്. ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ പിടിക്കുന്നു കൈ ഇങ്ങനെ. അങ്ങനെ നോക്കിയപ്പോഴാ ഇത് ഇളകിയായിരുന്നു. ഞാൻ ആപ്പിൾ എടുക്കും ഇനി. ആപ്പിൾ ഒന്നും എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ടും ബാറ്ററി ഒന്നും ഇതുവരെ കംപ്ലൈന്റ് ആയിട്ടില്ല. ഞാനും എന്നെ അടുത്ത് എടുക്കുന്നില്ല. 1 കിലോ മേടിച്ചാ ചന്തലുണ്ട്. അത് ഉള്ള MI പറയുന്നുണ്ട്. അമ്പനാട് എസ്റ്റേറ്റ് ഒന്ന് മാപ്പ് വെച്ചത് അതറിയാൻ പിന്നെ ടെക്നോളജിക്കൽ അതായത് സെർച്ച് ചെയ്ത് കൊടുത്ത അമ്പനാട് ഹിൽസ് എടുത്തു. ടെക്നോളജി മതിയോ? ആ മതി മതി. സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് എത്ര കിലോമീറ്റർ 20 വേണ്ട കാണിച്ചു. 40 1 മണിക്കൂർ 40 കിലോമീറ്റർ ഉണ്ടോ അമ്പനാട് ഇവിടുന്ന്? പിന്നെ നീ ഊമ്പനാടെന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്നല്ലോ. നീ പോയിട്ടില്ല എന്റെ വണ്ടി? ഞാൻ പോയിട്ടുണ്ട്. അതാ വണ്ടിയാ? ബൈക്കിൽ പോയി. ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ എന്റെ ബൈക്കിൽ പോയിട്ടേ ബൈക്ക് മാത്രം പോകുന്ന വേറൊരു വഴിയുണ്ട്. ആരെയും കടത്തി വിടാതെ മറ്റേ അച്ചങ്കോര് പോകുന്ന ചെറിയൊരുണ്ട്. അതൊരു ബൈക്കിൽ പോയി. ആനപ്പിണ്ടാവും, പച്ച ആനപ്പിണ്ടാവും. ആനപ്പിണ്ടല്ല കഴുതേ ചാണകമാ. പോയപ്പോഴത്തേക്ക് താഴെ അച്ചങ്കോര് എത്തിയപ്പോഴത്തേക്ക് അവിടെ കടയിൽ ഇറങ്ങിയത് പറയാം നിങ്ങൾക്ക് ഭാഗ്യമില്ല, ആനയെ കണ്ടില്ല.
ഞാനും വരുന്നില്ല. ആരെയൊക്കെ ഉണ്ട്? ഇഷ്ടം പോലെ ഇത് കണ്ടോ? മാർക്കം ഉണ്ടോ? കണ്ടു എന്നാ മാർക്കെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറെ പേര് എതിര് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതവന് ഇഷ്ടമല്ലാത്ത മൈരമല ആയിരിക്കാം. ഞാൻ പടം കണ്ട ഒട്ടനെ രാവിലെ പടം കണ്ടേ. ഫാൻ ഷോ ഒന്നുമില്ല. ഞാൻ പോയി കണ്ട അപ്പഴേ കമന്റ് എടുത്ത് വായിച്ചു നോക്കി. കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറെ കേട്ട് കളവന്മാരുൾപ്പെടെ ഇത് ഉണ്ണി വന്നിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം. കുറ്റം പറയാനായിട്ട് എന്തിരിക്കുന്നു? കഥയില്ല പടം. പക്ഷെ എനിക്ക് സമാജം ഇഷ്ടപ്പെട്ടത് മറ്റോ റൈഫിൾ ഞാൻ ബറൂസ്. എനിക്ക് റൈഫിൾ ക്ലബ്ബ് ഇതിനെക്കാട്ടി എൻജോയ് കാണേണ്ട നമ്മുടെ എൻജോയ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റൈഫിൾ ക്ലബ്ബ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എനിക്ക് മനസ്സിലായി. റൈഫിൾ ക്ലബ്ബ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ ഭക്ഷണം നോക്കുന്ന എക്സ്ട്രാ അങ്ങ് ഇഷ്ടപ്പെട്ടെന്നില്ല. എനിക്ക് ഏറ്റവും ഭക്ഷണം കൂടുതൽ ഏറ്റവും നല്ല മാർക്ക് വയ്ക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മറ്റേ പടം ഇഷ്ടപ്പെട്ടു. നല്ല പടം. മാർക്കോടെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര അവന്മാരെ അത് അവന്റെ ഒരു സംഭവം. ഹനീഫ അതിനോട് ഒരു മറ്റേ തീ കൊത്തുന്ന ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് ഉണ്ടല്ലോ. ക്രൈസ്തവ ഒരു ആന്റി ക്രൈസ്റ്റ് ഒരു സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. പൃഥ്വിരാജൊന്നുമല്ല, അതാ സംവിധായകൻ. ഇവന്റെ പടം എല്ലാത്തിലും ഒരു ക്രിസ്തീയ ഒരു എന്താ പറയാ, അതിനൊരു ആന്റി ക്രൈസ്റ്റ് പരിപാടി ഒരു സംഭവം ഉണ്ടല്ലേ. ആ ഒരു സെറ്റപ്പിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പടവും അങ്ങനത്തെ ഒരു വചനങ്ങളും സംസാരങ്ങളാണെങ്കിലും മറ്റേ ജൂതന്മാരെ കൊണ്ടുവരും. ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മികയില് പിന്നെ മമ്മൂട്ടിയുടെ പടം എന്തോ ഗ്രേറ്റ് ഫാദർ, പിന്നെ മറ്റേ പടം എന്തോ മറ്റേ മക്കൾ എന്തിന്റെ മക്കൾ, അതാവിന്റെ മകനാ ഭൂമിക്ക്. എടാ ഇവിടെ എബ്രാഹിമിന്റെ സന്തതിയാണ് മക്കളല്ല. അതെ മമ്മൂട്ടി ഹാൻസം പോൾ അനിയനായിട്ടും അവസാനം അടിച്ചുണ്ടാക്കി കൊടുക്കുന്ന പടമുണ്ടല്ലോ. അത് നല്ല പടം, എനിക്ക് ഇഷ്ടം. അത് ബിജിഎം അടിപൊളി, ക്ലൈമാക്സ്. എടാ ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നില്ലടാ അവിടെ നിലമേല്. ആ നടന്നതിന്റെ അവിടെ തന്നെ ഇന്നൊരു പെണ്ണുമ്പിള്ളി ഇടിച്ച് പരത്തി കളഞ്ഞോണ്ടി പിള്ളേർക്കുള്ള പിള്ളേർക്ക് പറ്റിയ പടമാണ്. എടാ ഇത് ഈ തായോളി ഈ അവന്മാരെന്തിനാ ഇത് മൂഞ്ചിന്നേ? പടം വയലൻസ് പടം പറഞ്ഞിട്ട് പറയും. എന്നാ പിന്നെ ഇറച്ചിക്കട മുമ്പിയാ പോരെ. ഇറച്ചിക്കടയിൽ പോയി നിന്നാ നിന്നാ പോരെ. ഇത് കാണുമ്പോ പറയും ഇത് പിള്ളേർക്ക് കണ്ടാ പോരെ. പിള്ളേർക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയത്. മറ്റേത് അടിപ്പടം, അടിയും കുത്തും വെട്ടും കൊത്തും ചോരം കാണാൻ മറി കാണാനാ ഇറങ്ങിയത്. ഇതിന്റെ അടി ഞാനന്ന് 12:30 രാത്രി 12:30 ഷോ പോയ അത് ഹൗസ്ഫുൾ ആയിരുന്നു. അതിനകത്ത് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല ആണുങ്ങൾ മാത്രമല്ലായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഐഡന്റിറ്റി ഉണ്ട്, അത് നല്ല രസമുണ്ട്. അത് 2-ാം തീയതി അത് പോയി ഇതും കൊള്ളാം. ടൈപ്പാ ഇപ്പൊ എല്ലാം ത്രില്ലറാണ്. അത് സൂപ്പർ ഉള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട തലവനെ ഇഷ്ടപ്പെട്ട തലവനേതാ ബിജുമോനെ എനിക്ക് അത്ര എനിക്ക് പക്ഷെ അവന്റെ അഭിനയം മറ്റേ എങ്ങനെ വിജയന്റെ അഭിനയം അത് തിരക്ക $1000 ഡീസൽ ഐഡി കാർഡ്. ഇതിനകത്തുള്ളായിരുന്നു അതിനകത്തുള്ളായിരുന്നു അത്
പണി പോകുമ്പോ ഇവര് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ വലിച്ചോണ്ടിരുന്നോളാണ് ഇത് കൊടുത്തേക്കുന്നത് ആദ്യമേ. ഇത് അതിന്റെ നിനക്ക് ലെറ്റർ പോലും ഇല്ല, ടെർമിനേഷൻ ലെറ്റർ. പൊന്നി എന്താ പൊന്നി ആ കയ്യിലൊരു ചെയിനില്ല, അതെടുത്തോ പറ സാർ. വലിച്ചോ. അല്ല സാർ മനസ്സിലായില്ല, ഇനി ഇത് വലിച്ച് വീട്ടിൽ ഇരുന്നു, പിള്ളേർക്ക് നിന്റെ വേണ്ട. ഈ അവസ്ഥ. പക്ഷെ ഇതൊക്കെ സംഭവം ഇത് എന്തിനു വേണ്ടിയുള്ള? ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടൊക്കെ നിക്കറിലൊക്കെ ഇവിടെ പിടിപ്പിക്കുക, എന്നിട്ട് ആരെങ്കിലും കാണിക്കണമെങ്കിൽ ജസ്റ്റ് വലിച്ചിങ്ങനെ കാണിച്ചു. ഇളക്കിയിടെ ചേച്ചി QR കോഡ് ഉണ്ടോ? അത് ഓക്കെ. സംഭവം കൊള്ളു വലിച്ചു വലിച്ച് നശിക്കുമെന്തോ. നിങ്ങൾ കിട്ടിയില്ല. പക്ഷെ കൊള്ളാൻ കേട്ടോ, ഇത് ചുമ്മാ പിള്ളേരിലെ കൊടുത്താലേ ഇത് വലിച്ചുകൊണ്ടിരിക്കും. കൊച്ചു ഗ്ലാസ് പൊട്ടിയോടോ അതിന്റെ ഇടയ്ക്ക്? ഇല്ല, അങ്ങനാടെ ആ ലെൻസ് ഉണ്ട്. ഇതവിടെ കയറ്റും. ആ ക്ലിപ്പിലോട്ട് വെച്ചിട്ട് മേളിലത്തെ അത് രണ്ടും എടുത്തിടണം. നിൽക്കുന്നേ അതൊന്നും താത്ത ഫ്യൂവലൊന്ന് എൻ്റർ ചെയ്യട്ടെ. മീറ്റർ ഇല്ല 9604. ആ പിടിപ്പിച്ച ഇത് കൊട്ടിരിക്കുന്നോ? ആ ക്ലിപ്പിലോട്ട് കയറ്റിയിടുക, ഈ ക്ലിപ്പിലോട്ട് കയറ്റിയിടുക. ഇത് ഒപ്ടെക്കാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൻ്റെ എല്ലാ കാറിനും വേണ്ടിയിട്ടുള്ളത്. ഇവിടെ വീണില്ല. യെസ്. ഇളം മഞ്ഞ സ്ഥലം ഒന്നും തീരുമാനിച്ചില്ല. എല്ലായിടത്തും ഭയങ്കര ബുക്ക്. നീ എവിടാ? ഹോസ്റ്റലോ? നീ എന്താ പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞു? എന്ത് ഹോസ്റ്റലില്? എന്തോ ഉപയോഗത്തിലാണ് ചെയ്യുന്നുണ്ട്. ഞാൻ സർക്കാർ ദിവസം 20 ദിവസം ഹോസ്റ്റലിൽ പോലെ എന്തിന്റെ ക്യാമ്പാടാ മേലെ? അത് പറ. നീ പോലീസാണോ? വിജിലൻസ് അല്ല, ഇതായി എക്സസൈസ് ആയിരിക്കും. നീ മിണ്ടാത്തതെന്റെ കനിഫുണ്ടേ. നല്ല വെയിലായി തുടങ്ങിയില്ലേ? സജിയോടെ ഒരു പാട്ടൊന്നുണ്ടല്ലോ, പുതിയൊരു പാട്ടിറങ്ങി കേട്ടായിരുന്നോ? റീൽസിലൊക്കെ വരുന്നേ. നൈസ് പാട്ടാ. അങ്ങോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ തട്ടിയൊളിയത് വീലൊരഞ്ഞ് ഇപ്പൊ അപ്സൈസ് ചെയ്തപ്പം വലിയ വീലായല്ലോ, അതുകൊണ്ട് ബോഡിക്കില് തട്ടും. ഇപ്പം ബാക്കില് വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെന്താ പൂജ നല്ല കാര്യമാണ്. സ്റ്റൈൽ പോകുമ്പോ പോയി സ്റ്റൈൽ പോകുമ്പോ കയ്യിൽ നിന്ന് കാശും പോയി. പേഴ്സും കാര്യം നമ്മൾ സ്പീഡി എടുത്തിട്ടാണ്. പയ്യെ എടുത്താ മതി. പയ്യ പോകുമ്പോ പിന്നെ കാറ് വേണ്ടല്ലോ, സൈക്കിൾ പോലെ സ്പീഡിൽ പോകാനല്ലേ കാറ്. ഇതെന്ന് പറഞ്ഞാ ഉച്ചയല്ലോടാ. ഇങ്ങോട്ട് കൊറേ നാളായി. 24 കഴിഞ്ഞു. അതെ വയസ്സെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഇനിയിപ്പോ കല്യാണം. ഓ എനിക്ക് തോന്നിയിടാ. ആനന്ദിന്റെ, എന്റെ ശ്രീജുവിന്റെ. എന്നാലും നിന്റെ നടക്കത്തില്ല, പെണ്ണില്ല. എനിക്ക് അവൻ കെട്ടിയാൽ നീ കൊച്ചുങ്ങളുണ്ട് കഴിഞ്ഞു. നീ ഇത് കണ്ട് വെള്ളമാണ്. അമൽ എപ്പോഴും കൂട്ടുകാർ കല്യാണം കഴിക്കുന്നത് കണ്ട് അവരുടെ കല്യാണത്തിന് നിന്ന് വണ്ണവും ചാടിച്ച് ഇങ്ങനെ നടക്കും. അമലിന്റെ സൈഡാ പറഞ്ഞ അവിടെ വെയിറ്റ് കൂടുതലാണ്. സൈഡ് ലെഫ്റ്റോ ഫ്രണ്ടല്ല, ബാക്ക് ലെഫ്റ്റ്. ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യാനാണ്. അത് ഗിയറാണ്. ടോപ്പിക് എടുത്തിട്ടാണ് ജിമ്മിന് പോണെന്ന് വെച്ചാ ജിമ്മിന് പോണം.
എല്ലാ ദിവസവും പോകുന്നു. നാളത്തെ പോയി ഞാൻ ഇപ്പൊ ഒരു 2 ആഴ്ച പനിയായതുകൊണ്ട് ഞാൻ പോയില്ല. നീ അമ്മ ഇറങ്ങണം. ഞാൻ ജനുവരി 10 തൊട്ട് അതിനുശേഷം നമുക്ക് നൈസായിട്ട് 3 പേർ കൂടി ജനുവരി മാസം എല്ലാ വൈരന്മാരും പറഞ്ഞല്ല. ജനുവരി 1 തൊട്ട് വൈരന്മാരെ മേയും. അതുകൊണ്ട് നാളെ തൊട്ട് പോകണം. അല്ല നമ്മളവിടെ നമ്മളും പുതിയതായിട്ട് വന്നതെന്ന് വരും. നമ്മളവിടെ പഴയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് 2025 നമ്മുടെ വർഷമാണ്. ഈ 5 വർഷം ഇത് തന്നെ എൻ്റെ ബോഡി കണ്ടപ്പോഴേ ഞാനൊന്ന് നീ ഒന്ന് പണിയെടുത്തിട്ടാണ് ബോഡി ഉണ്ടാക്കി. ഞണ്ണി വാരി കണ്ടിട്ടില്ല. പണിയെടുക്കാന്നാ പറഞ്ഞത്. നീ ഒന്ന് പറയണ്ട. അവന് ചെറുതായി ആസ്മ ഉണ്ടായിരുന്നു. ശരീരം ഇതിന് വേണ്ടി അതൊരു ഡെഡിക്കേഷൻ വേണം. അമലിന്റെ ഡെഡിക്കേഷൻ തിന്നു തീർക്കുന്നത്. നമ്മൾ അത്രയൊന്നും ആയില്ലെങ്കിലും കുറച്ചൊക്കെ ഡെഡിക്കേഷൻ. ഭയങ്കര ഫുഡിയൊന്നും അല്ലല്ലോ. ഒരു മീൻ തിന്നാൽ മീനിന്റെ അകത്തൂടെ പോകുന്ന നാടികൾ വരെ തിന്നു എല്ലിന്റെ. ഞാൻ ഒരു കാര്യം ഇത് പാടിയെന്ന് വെച്ചാ ഒരു 1-2 വർഷം മുന്നേ ഞാനും ആനന്ദും കൂടെ ഒരു തീറ്റി അങ്ങ് തിന്ന്. ഇന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് അഞ്ചുള്ള സകല കടയിലും കയറി തിന്ന് നിന്നാണ് ഈ പരിവായി പോയത്. അത് ബീഫ് ഭയങ്കര ബീഫ് നിർത്തണം ഫസ്റ്റ്. അതങ്ങനെ ഈ വൈകുന്നേരം ബീഫല്ലേ കഴിക്കും. ഞാൻ ചിക്കൻ ബീഫ് വേണം. പക്ഷെ ഇപ്പൊ ഒരുപാട് നല്ലതായിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഫുഡ് ഇല്ല, വളരെ കുറവാണ്. അതുകൊണ്ട് കൈ കാശും ഉണ്ടാവില്ല. ഇന്ത്യയാണ് ഭയങ്കര, നമ്മുടെ ഫുഡ് ഭയങ്കര ഹൈ കലോറി എല്ലാം. ഇപ്പൊ ഈ മീനായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മീനായാലും ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുമ്പോ ഹൈ കലോറി ആയി, മനസ്സിലായി. അല്ലെങ്കിൽ പൊരിച്ചതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എണ്ണ നല്ല കലോറിയാണ്. ഇപ്പൊ ഇന്നാളൊരു ഡോക്ടറുടെ ഇത് കണ്ട് ഒരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 കലോറിയാണ്. അന്നേരം നമ്മള് 3-4 പൊറോട്ട ഉണ്ട്, നേരത്തെ തന്നെ ഒരു 1000 കലോറി ആയി. പൊറോട്ട ഇപ്പൊ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് സത്യത്തിൽ. പൊറോട്ട കഴിക്കുന്നത് നിർത്താം. ഈ കല്യാണം കഴിക്കാത്തവർക്കും കൈ കാശില്ലാത്തവരുടെ ഡയറ്റ് ഭയങ്കര ഷോകാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചോറും കറിയും നമുക്ക് രാത്രി എടുത്ത് മൂച്ചാൻ പറ്റും. ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറയാം, ഈ ചപ്പാത്തി ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി. അല്ലെങ്കിൽ വീട്ടില് നമ്മൾ പോയി ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ഭാര്യമാര്. അപ്പൊ നമുക്കൊരു ഇത് വന്നാൽ അവരെല്ലാം ഉണ്ടാക്കി തരണ്ടേ? നാട്ടാട് പറയാൻ പറ്റുമോ? അല്ല, ഫുൾ ടൈം നമുക്ക് തരണം എന്നുള്ള ഇപ്പൊ ജിമ്മിൽ പോകുമ്പോ 4 ചപ്പാത്തി ഫുൾ ടൈം ഉണ്ടാക്കി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫ്യൂഡൊന്നും അല്ല, ഒരു ചപ്പാത്തി ഉണ്ടാക്കി തരുന്ന പറഞ്ഞ് ചാത്തൊന്നുമില്ലല്ലോ നമ്മളെ. അത് നിങ്ങൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി. അതൊന്നല്ല നമ്മൾ അങ്ങനൊന്നുമല്ല. എടാ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നേ അറിയാത്തവണ ചെയ്യാതിരിക്കുക. അത് നമ്മൾ പറ്റുന്ന വെച്ചാൽ നമ്മള് സഹായിക്കുന്ന മനസ്സ് മതി. ഒരാളൊരു പണി ചെയ്യുന്നുണ്ട്, അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യും. നമ്മള് ഈ പറഞ്ഞ ഫ്യൂഡൽ മാടമ്പി ടൈപ്പ് പരിപാടി കാണിക്കാതെ പെണ്ണുമ്പിള്ളേർ കഷ്ടപ്പെടുന്ന വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഞാനെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്നത്, ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം ചോപ്പിക്കുന്നത്, നല്ല ഹെവി ആയിട്ടുള്ള പരിപാടികളൊന്നും സ്ത്രീയോട് ചെയ്യിപ്പിക്കാൻ ഞാൻ അനുഭവിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പറ്റുന്ന കാര്യങ്ങളുണ്ട്, സ്ത്രീകൾക്ക് പറ്റുന്നത് പുരുഷന്മാർക്ക് പറ്റുന്ന പണിയുണ്ട്. വെയിറ്റ് എടുക്കുന്ന പരിപാടികൾ ഒന്നും സ്ത്രീകൾ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കാത്ത അറിയാത്തവർ ഉണ്ടാക്കി മൂഞ്ചിച്ച് കൊടുക്കുന്നതാണോ, അറിയാവുന്നവർ ഉണ്ടാക്കി രുചിയായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഒരു 2 അങ്ങനെ പറയാൻ പറ്റത്തില്ലേ. ഇപ്പം കിച്ചണിൽ നിന്ന് അവരെങ്ങനെ എക്സ്പീരിയൻസ് അത് നമ്മളിപ്പം ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. ഉണ്ടാക്കി അത് പെർഫെക്ഷനിസ്റ്റ് ആവുന്നതാണ്. എന്നെ ജിമ്മിന് കഷ്ടപ്പെട്ട് വന്നിട്ട് ഞാൻ പിന്നെ അവിടെ കണ്ടു മൂഞ്ചിട്ടുള്ള ഞാൻ കയറ്റിയാ പോലെ ഉണ്ടാക്കി. എടാ ജിമ്മിന് വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോ എടാ നീ എന്ത് മെന്റാലിറ്റി നീ പറയാതെ 10 മണിക്ക് കയറി ജിമ്മിൽ വരുന്നത്, 10 മണിക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം, ഒരു 4 ചപ്പാത്തി ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്നത് എനിക്ക് ഈ ന്യായത്തിനോട് ഞാൻ യോജിക്കത്തില്ല. അതിന്റെ അർത്ഥം അങ്ങ് ഫ്യൂഡൽ മുമ്പിലാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറയും. എനിക്ക് അങ്ങനെ പറഞ്ഞ പോലെ പോയി വായി വേറിട്ടാണ് ഞാൻ പറയുന്നത്. അതെന്തൊരു 4 ചപ്പാത്തി ഉണ്ടാക്കി ചേട്ടനോട് വന്നിട്ട് 2 ചപ്പാത്തി ഊപ്പി തരല്ലേ, നമ്മളെ ഞാൻ ഊപ്പി തരാന്ന് പറയുന്നത് വളരെ എനിക്ക് വേണ്ട. അതെന്തൊരു ഞാൻ ഇവിടെ അതൊന്നും പറയില്ല. ഉച്ചക്ക് മൂഞ്ചുന്നു. നിങ്ങളാണ് ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടത്തിയത്.
ഞാനിവിടെ രാവിലെ വെക്കുന്നതിനെ കുറിച്ചോ ഉച്ചയ്ക്ക് തൊലിക്കുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല പറഞ്ഞേ. ജിമ്മിന് പോയിട്ട് വരുമ്പം ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും സ്മൂത്തിയോ മൈരോ ഉണ്ടാക്കി തരുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിവിടെ ടോക്സിക് ആണെന്നോ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഫുഡൻ മാഡം വേണമെന്നോ അണ്ടി ഒന്നും പറഞ്ഞില്ല. ഇവിടെ രാത്രി 2 ചപ്പാത്തി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ നിനക്ക് ഉണ്ടാക്കി പൂജിക്കൂടെ? അങ്ങനെ എനിക്ക് ചോദിക്കാണ്ട്. രാവിലെ ചില പണി ജോലി ചെയ്താൽ പെണ്ണുമ്പിളായിരിക്കും. കഷ്ടപ്പെട്ട് രാവിലെ ജോലിക്ക് വന്നത് ഇപ്പൊ ചിലപ്പം ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന ഫ്യൂഡൻ മാടമിത്തരം ഇവിടെ സാധാരണക്കാരൻ എല്ലാ വീട്ടിലും നടക്കുന്നത്. രാവിലെ മരം വെട്ടാൻ പോകുന്ന ചേട്ടായി പോട്ട് മരം മുറിക്കാൻ പോകുന്ന ചേട്ടൻ രാവിലെ 8:30 ഇറങ്ങും മരം മുറിക്കാൻ. ഇവ രാത്രി മൊത്തം കട്ടപ്പണി ചെയ്തിട്ടായിരിക്കും വരുന്നത്. അവന്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ സ്ത്രീയും പുരുഷനും ഒരേ ഊമ്പിയാതി ചേട്ട ഉണ്ടാക്കാൻ പറയോ? ഇവിടെ നടക്കുന്ന സാധാരണക്കാർ ആൾക്കാരുടെ വീട്ടിലെല്ലാം ഇത് തന്നെ നടക്കുന്നത്. അത് ഫ്യൂഡൽ മാടമ്പിത്തരം എന്ന് പറയുന്നത് ഇന്ത്യയൊക്കെ ചിന്താതിയുടെ കുഴപ്പമാണ്. ഭാര്യ ചുമ്മാ വീട്ടിൽ ഇരിക്കുവാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, നല്ല ജോലിയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ ജോലി ഇല്ലെന്ന് പറയില്ല, അത് ചെയ്യുക. ഇത് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ആണ് ചെയ്യുക, അല്ല തിരിച്ചു ചെയ്യുക. ഗൾഫിലെ കണക്ക് അല്ല കാനഡയിലെ കണക്ക്. ഭർത്താവ് എനിക്കതാ ഇഷ്ടം. ഭർത്താവ് വീട്ടിൽ ഇവിടെ ജോലിക്ക് പോകുന്നു. എന്താ അത് ഏതായാലും ഒന്ന് വേണ്ടേ? അല്ലാതെ എല്ലാം ഈ പറയുന്നത് ഭർത്താവ് ഒറ്റയ്ക്ക് ഊമ്പിക്കോ പെണ്ണ് വീടി വലിച്ച് വീട്ടിൽ ഇരിക്കുമെന്ന് പറയുന്നത് എന്ത് ന്യായമാ? അത് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറ്റി നോക്കുക. എടാ നമ്മളെല്ലാം മനുഷ്യത്വപരമായിട്ടേ കാണാവൂ, അല്ല സ്ത്രീ പുരുഷൻ മറ്റേത് കണ്ടു അതൊന്നും വേണ്ട. ഒരുത്ത പണി എടുത്താൽ മറ്റേ വേറൊരു പണി എടുക്കണം. വയറിലാട്ട് പോട്ടെ കാര്യങ്ങള്. ഈക്വൽ ബാലൻസിൽ പോണം. അവൻ ഏറി കയറും. പിറ്റേഴ്സ് അവള് അച്ചടക്കമായ കുലസ്ത്രീയാ. ഇവരിവിടെ തർക്കിത്തേലും വിധം പണിയെടുത്ത് ചാവുന്നയാ, അല്ല പണിയെടുത്ത് മര്യാദ ആവുന്നയാ. അല്ല ചുമ്മാ അമലിനാണത്. അതുകൊണ്ട് സ്വതന്ത്ര ചിന്തകരാണ്. ഏത് സ്വതന്ത്ര ചിന്ത? എടാ അണ്ണാക്കിലോട്ട് ചോറും കറിയും പോണെങ്കിൽ പണിയെടുത്താലേ പറ്റൂ. സ്വതന്ത്രം ഊമ്പി കൊണ്ടിരുന്ന താഴെ കൂടെ കയറി വാഹനം പോകത്തില്ല. ചുമ്മാ പൊട്ടത്തിലും പറഞ്ഞോണ്ടിരിക്കല്ലേ അമ്മലെ. പക്ഷേ ഇപ്പം ഒരു പരിഷ്കൃത സമൂഹത്തില് രണ്ടുപേർക്കും ഈക്വൽ റൈറ്റ്സ് ഈക്വലി ജോലിക്ക് പോകുന്ന ആൾക്കാരും ആയിരിക്കുമല്ലോ. എന്നത്തേക്കും അല്ല ഇനി ഭാവിയിലുള്ള ഇപ്പോഴത്തെ വരെയുള്ള സിറ്റുവേഷൻ വരും. ചില പെണ്ണുങ്ങളൊക്കെ എത്ര പരിഷ്കൃതം എന്നുള്ളവരും അടുക്കള കേട്ടത്തില്ല ചില താഴെ ഭർത്താക്കന്മാര്. കാര്യം എന്താ പറയോ, അവന്മാരത് കുളമാക്കിയിട്ടേ പോകും അടുക്കള. കേട്ടത്തില്ല. ആ ഈ അമലിനെ ഒന്ന് അടുക്കള പഞ്ചായത്ത് കയറത്തില്ല. കാരണം അതിന് വൃത്തി കാണത്തില്ല, ഒരു കാര്യം ചെയ്യത്തില്ല, അലങ്കോലമാക്കി ഇടും. അതുകൊണ്ട് ചില സ്ത്രീകൾ ചിലമായി കയറത്തില്ല. അമലിന്റെ സ്വഭാവം അനുസരിച്ച് അമലിന്റെ ബെഡ്റൂമിൽ പോലും കയറാൻ കൊടുത്തില്ല. അങ്ങനത്തെ ഒരു കുറെ പേരുണ്ട്. വൃത്തിയാണ് ഇതിലങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല, അങ്ങനെ കയറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന പണികൾ ചെയ്ത് കൊടുക്കുക. തേങ്ങ പൊട്ടിക്കുക, തേങ്ങ തിരുമ്മി കൊടുക്കുക, പിന്നെ ഈ പറഞ്ഞൊക്കെ വേറെ തുണി കഴുകി കൊടുക്കുക. നിങ്ങള് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള സ്റ്റേജല്ലേ, ഇപ്പം കഴിക്കാത്ത ഒരാളെന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡയറ്റ് അതിലേക്കാണ് വന്നത്. കൊറോണ അടിക്കുക ബുദ്ധിമുട്ടാണെന്ന് പറയാം. കാരണം നമുക്ക് പൈസ എന്ന് വെച്ചാൽ ഡയറ്റ് നമുക്ക് പറ്റിയ ഡയറ്റ് എന്താ ചപ്പാത്തി പയറും. കാശുള്ളവന്റെ ഡയറ്റ് വേറെ ആയിരിക്കും. എങ്ങനെ ഇല്ലേ? കാശുണ്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് ചെറവറ കാര്യം. ഇപ്പൊ ശ്രീജ് വൈകുന്നേരം കാപ്പ 25-25 സാലറി ഉണ്ടെങ്കിൽ അതിന് മീൻ ഓയില്, മീൻ ഗുളിക, സാലഡ്, ദിവസം ഒലിവ് ഓയിൽ, അത് തന്നെ ഒലിവ് ഓയില്, ബ്രോക്കോളി, ഇതൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് വെട്ടി അരിഞ്ഞ് തിന്നുക. ആരെങ്കിലും വെട്ടി എരിപ്പിച്ച് തിന്നുകയോ ചെയ്യാം. നമുക്ക് പറ്റുന്ന സാധനങ്ങൾ എന്താ? ജോലിയും കൂലില്ലാത്തവർക്ക് പയറ്, ഇതുപോലെ വെണ്ടയ്ക്ക, പ്രോട്ടീൻ സാധനം, പയർ മുറിക്കുന്നത്, കടല, വാഴയ്ക്ക, അത് ഇതൊക്കെ മുഞ്ചി വീട്ടിൽ ഇരിക്കാനേ പറ്റൂ. അല്ലെങ്കിൽ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ്, അത് മീൻകറി രാത്രി കേട്ടാലേ നമുക്ക് കഴിച്ചിട്ടുള്ളൂ. അമ്മയെടുത്ത് പറയാൻ പറ്റും അമ്മ ചപ്പാത്തി ഉണ്ടാക്കുക, അല്ലെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതാ പറഞ്ഞേ ബുദ്ധിമുട്ടാണ്. ഈ ജിമ്മിന് നന്നാക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയാലേ പറ്റൂ. ഇപ്പൊ നിങ്ങള് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ജിമ്മിൽ പോയി അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് ഒരു മീൽ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്നും പറ്റുന്നില്ല. എനിക്ക് പറ്റുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള അതിനെ ട്രൈ ചെയ്താലേ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ പറയാൻ ആരെങ്കിലും നമുക്ക് നടക്കത്തില്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് പാടാണെന്ന് ഞാൻ പറഞ്ഞു. പാടാണ്, പാടുപെട്ടാലേ വർക്കൗട്ടും നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ അത്യാവശ്യം നൈറ്റ് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ
ഡിഫിക്കൽട്ടാണ്. ഇതിനു വേണ്ടി കല്യാണം കഴിക്കണമെന്ന് പറയുമോ? ഒരാളുണ്ടെങ്കിൽ ഈസി ആണ്. ഞാൻ കല്യാണം കഴിക്കണമെന്നല്ല പറഞ്ഞത്, ഒരാള് ഉണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഈസി ആണെന്ന് പറയാം. സാധാരണ ബാച്ചിലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വീട്ടില് ഭാര്യ ഉണ്ടെങ്കിൽ ഈസിയാ. ഇങ്ങനെ കേറി കയറി പോന്നേ അതുകൊണ്ട് രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുണ്ട് മൂച്ചിക്കോള് അത് പറയുന്നത് അടുത്തതിലോട്ട് കയറുന്നത്. അങ്ങനെ സാഹചര്യങ്ങളും എല്ലാവരും ജിമ്മിൽ പോകുന്നത് തുടർച്ചയായിട്ട് ഭാര്യ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ നീ എറണാകുളം പോകണ്ട അഞ്ചപ്പറ 100 ഒരു 5% പോലും ജിമ്മിൽ കൂടെ പോകുന്നവര് കാണുന്നത്. 5 പോലും ഇല്ല നമ്മുടെ 5-ലൊന്നും. അല്ലെങ്കിൽ രാവിലെ പോട്ടാ ഈക്വല്ലേ രാവിലെ പോട്ട്, രാവിലെ പഴകി പിടിച്ചിട്ട് രാത്രി. നമുക്ക് ജനുവരി തൊട്ട് നമ്മള് 3 പേരുണ്ട്. ജനുവരി ഒന്നുമില്ല, ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ജോയിൻ ചെയ്തോളാം. നീ പോയിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. എനിക്ക് രാവിലെ ഇഷ്ടം. എനിക്ക് എന്റെ കൂടെ 2 ആഴ്ച വരാതെ വന്നാലേ ഒറ്റയ്ക്ക് പോണം. ഒറ്റയ്ക്ക് ഞാനും പോകുന്നുണ്ടല്ലോ, ഞാൻ പോയിട്ടുണ്ടല്ലോ. നിനക്കെന്താ ഒറ്റയ്ക്ക് കയറി പിടിക്കുമെങ്കിൽ? ഒറ്റയ്ക്ക് ജിമ്മിന് പോകുന്നവര്, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നവര്, ഒറ്റയ്ക്ക് മാറി പോകുന്നവര്, സിനിമയ്ക്ക് പോകുന്നവര്, മെന്റൽ സ്ട്രോങ് ഉള്ളവര്. അതെ, സിനിമയ്ക്ക് പോകുന്നത്. അപ്പൊ കിട്ടില്ല. ഇത്ര ഞാൻ ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് അടിക്കില്ല. ഒറ്റയ്ക്ക് വെടിവെക്കെ ഒറ്റയ്ക്ക് പാറി പോയിട്ടില്ല. ഒറ്റയ്ക്ക് പാറി പോയിട്ടില്ല. ഒറ്റയ്ക്ക് പടത്തിന് പോയിട്ടില്ല. ഒറ്റയ്ക്ക് പടത്തിൽ പോയിട്ടുണ്ട്. എല്ലാരും ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയത്. മറ്റടുത്ത് ആരും നടക്കില്ല. എവിടെ? അമ്പനാട് ക്യൂ ആയിരിക്കും ഇറക്കിയത്. ഇല്ലേ? അമ്പനാട് നമ്മൾ പണ്ട് പോയപ്പോ കയറ്റി വിട്ടില്ല. കയറ്റി വിടാത്തടത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ മയിലിനെ ആദ്യം അറിയണം. ബൈ ചാൻസ് 500 കൊടുത്ത് കയറ്റി വിടുന്നു പറയുന്നു. അറിയാവുന്ന ആളുണ്ട് അവിടെ. കൊണ്ടുപോയാൽ പറ്റത്തില്ല. അതിന്റെ 500 ഉണ്ട്. പൈസ ഇട്ടേക്കാം. എല്ലാരും മണ്ടോത്തുരുത്ത് പോകുന്ന എന്താ പറയുക, മണ്ടോത്തുരുത്ത് പോകും. അവിടെ കാറിനകത്ത് തന്നെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടല്ലേ? നേരെ 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 എനിക്കറിയാം. പിന്നെ കുറെ ടീംസ് വെഡിങ് ഷൂട്ട് ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ കയറ്റി വിടുന്നത് നിർത്തിയത്. ഈ ട്രെയിൻ വരുമ്പോഴേക്കേ ഓരോരുത്തന്മാരെ അവന്റെ റീൽസും കൂട്ടമാണ്, ആ കൂട്ടം അവിടെ. പക്ഷെ നല്ലൊരു സ്പോട്ടായിരുന്നു. പക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു അച്ചടക്കത്തോടെ കയറി പോകാറുണ്ട്. ഇതിന്റെ ഈ കളറാന്ന് വെച്ചാൽ പഴയ കളർ. ഇത് പോയില്ലേ? ഇതിന് ഒറിജിനൽ ആവണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഇതുപോലെ അത്രയും പിടിക്കണം. അങ്ങനത്തെ ഒറിജിനൽ അല്ല. ഇതിപ്പോ കിട്ടിയെന്ന് കട്ട എന്തുവാ? ഇത് പായല് പിടിച്ച് അങ്ങനെ ആയതാ. അല്ല, മറ്റേത് ചുവന്ന കളറായിരുന്നു. പഴയ കളറാണ്. പഴയ അത് അങ്ങനെ ആവുന്നേ. ഇത് കാലതാമസം കൊടുക്കുമ്പോ ഇത് അതുപോലെ ആവും. ഒരു ചുമന്ന ഒരു കളറായിരുന്നു. സത്യം പറഞ്ഞാൽ തനിമ നഷ്ടപ്പെടാതെ ചെയ്യും. ഏരിയൽ ഷോട്ട് അടിപൊളിയാണ്. ട്രെയിൻ പോകുന്നു. അന്ന് ഇന്ന് വലിയ ഇതാണ് ഈ പാറയൊക്കെ ഇനി അങ്ങ് പൂപ്പായി. ഇതിന്റെ കലണ്ടറൊക്കെ ഉണ്ട്. ഇതിന്റെ കുട്ടിയുടെ കായലോടെ കോട്ടയത്ത് കായലുണ്ട്, പുല്ലിച്ചിറക്കായൽ. ഇത്തിക്കര ഉള്ളത് ഇത്തിക്കര അല്ല, കൊട്ടിയത്ത് നിന്ന് അകത്തോട്ട് കയറി പോണം. ഇത് ഉള്ള റിസോർട്ട് ഉമയനെല്ലൂര്. ഈ വഴിയാ? ആ വഴി മറ്റേ ജംഗ്ഷൻ. ഞാൻ അങ്ങോട്ട് കയറ്റി വിടുവോ? ആനയ്ക്ക് അങ്ങനെ പകല് രാത്രി മാത്രമേ ആന വരുത്തുള്ളൂ. രാത്രി ആന. പകൽ ഇന്നൊരെണ്ണം കേറുന്നുണ്ട്. ബൈക്ക് ഇതെങ്ങനെ തട്ടായിരിക്കുന്നു? നിങ്ങൾ ഇറങ്ങരുത്, ഇങ്ങനെ തന്നെ നോക്ക്. അവിടെ നിന്ന് ഇങ്ങനെ തലയിട്ട് എന്താ ഇത് ഇതിലിരിക്കുന്നതാണ് സൗണ്ട്. ഓ, ഞാൻ വിചാരിച്ച് അടി പോകുവാണ്. അല്ല, ഇവിടെ എല്ലാം കറുത്ത് കിടക്കുന്നുണ്ടാ. ചോരുടെ അമ്മല്ലേ ചെല്ലില്ല, അതില്ല കയറ്റി വിടത്തില്ല.
ഇവിടെ എഴുതണോ നീ ഇവിടത്തില്ല പിന്നെ നിങ്ങൾ ചെന്ന ഇല്ല എടാ ഇവിടെ ഞാൻ ഇടായി അത് ഇത് കഴിഞ്ഞിട്ട് കാടുണ്ട് അവിടെ കാറ് കയറി പോവാത്ത റോഡിൽ കൂടെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു.